നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രീധരമേനോൻ സാറിന്റെ 6ാമത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള 7ാമത്തെ ക്ലാസ് ആണ്. പോർച്ചുഗീസുകാരുടെ വരവാണ് നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ പോയിന്റ്സ് ആണ്. സോ ഒന്നും തന്നെ വിട്ടുകളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൂനൻ കുരിശ് കലാപം 1653 തൊട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ 6 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവര് അത് ഓർഡറിൽ കിടപ്പുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടിട്ട് 7ാമത്തെ ക്ലാസ് കാണുക. ഉദയംപേരൂർ സുന്നഹദോസിന്റെ വിജയം നീണ്ടു നിന്നില്ല. നമ്മൾ എന്താണ് ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന്റെ വിജയം നീണ്ടു നിന്നില്ല. ഏറെ നാൾ കഴിയും മുൻപ് സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസ് അധികൃതരും തമ്മിൽ രൂക്ഷമായ ഒരു വഴക്ക് ആരംഭിച്ചു. അപ്പം സുറിയാനി ക്രിസ്ത്യാനികളുമായിട്ട് ഇപ്പം തൽക്കാലം ഒന്നിച്ചു പോവുമായിരുന്നു പോർച്ചുഗീസുകാര്. ആ സമയത്താണ് പോർച്ചുഗീസ് അധികൃതരും ഈ സുറിയാനി ക്രിസ്ത്യാനികളും തമ്മിൽ പിന്നെയും വഴക്ക് തുടങ്ങുന്നത്. പോപ്പ് നൽകിയ അധികാരം ഉപയോഗിച്ച് പോർച്ചുഗീസ് രാജാവ് അങ്കമാലി രൂപതയിലേക്ക് യൂറോപ്യന്മാരായ ലത്തീൻ ബിഷപ്പുമാരെ നിയമിക്കുന്നതിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ഉദയംപേരൂർ സുന്നഹദോസിന്റെ സമ്മർദ്ദത്താൽ അവർ പോപ്പിന്റെ ആധിപത്യം അംഗീകരിക്കാൻ നേരത്തെ നിർബന്ധിതരാവുകയുണ്ടായെങ്കിലും ഈ എതിർപ്പിന്റെ ശക്തി കുറഞ്ഞില്ല. അവർക്ക് സ്വന്തം മാർഗത്തിലുള്ള ഒരു ബിഷപ്പ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമായി. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥന അനുസരിച്ചിട്ട് ബാബിലോണിലെ യാക്കോബായ പാത്രിയാർക്ക് കേരളത്തിലേക്ക് അഹറ്റല്ല എന്ന ഒരു സുറിയാനി ബിഷപ്പിനെ അയച്ചു കൊടുത്തു. അപ്പം ഈ ഒരു ബിഷപ്പിന്റെ നിയമനം വെച്ചിട്ടാണ് സുറിയാനി ക്രിസ്ത്യാനികൾ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും യൂറോപ്യന്മാരായിട്ടുള്ള പോർച്ചുഗീസും തമ്മിൽ പിന്നെയും അടിയുണ്ടാവുന്നത്. അങ്ങനെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥന അനുസരിച്ചിട്ട് ബാബിലോണിലെ യാക്കോബായ പാത്രിയാർക്ക് കേരളത്തിലേക്ക് അഹറ്റല്ല എന്ന ഒരു സുറിയാനി ബിഷപ്പിനെ അയച്ചു കൊടുത്തു. അദ്ദേഹത്തെ പോർച്ചുഗീസുകാർ മൈലാപ്പൂരിൽ വെച്ച് തടഞ്ഞു. അപ്പൊ ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുറിയാനി ക്രിസ്ത്യാനികളും പോർച്ചുഗീസുകാരും തമ്മിൽ. അഹറ്റല്ല എന്ന ഒരു സുറിയാനി ബിഷപ്പിനെ ഇങ്ങോട്ട് അയക്കുന്നു. അയാളെ ആര് തടയുന്നു? പോർച്ചുഗീസുകാര് തടഞ്ഞു. ഈ വാർത്ത സുറിയാനി കേന്ദ്രങ്ങളെ പ്രക്ഷുബ്ധമാക്കി. സുറിയാനി ക്രിസ്ത്യാനികൾ സംഘം ചേർന്ന് പോർച്ചുഗീസ് കൊച്ചിയുടെ പ്രവേശന ദ്വാരങ്ങൾ തകർത്തു. പോർച്ചുഗീസ് അധികൃതർ അഹറ്റല്ലയെ മുക്കിക്കൊല്ലുകയുണ്ടായെന്ന് ഒരു ശ്രുതിയും പരന്നു. പ്രക്ഷുബ്ധരായ സുറിയാനി ക്രിസ്ത്യാനികൾ ആയിരക്കണക്കിന് മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന്റെ മുൻപിൽ തടിച്ചുകൂടി. അവർ ആ കുരിശിൽ ഒരു നീണ്ട വടം കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ലത്തീൻ ആർച്ച് ബിഷപ്പുമാരെയും ജസ്യൂട്ട് പുരോഹിതന്മാരെയും ഒരിക്കലും അനുസരിക്കത്തില്ലെന്ന് ശപഥം ചെയ്തു. ഈ സംഭവം കൂനൻ കുരിശിലെ പ്രതിജ്ഞ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചരിഞ്ഞുപോയി എന്നുള്ള രീതിയിലാണ്. സുറിയാനി ക്രിസ്ത്യാനികൾ അവിടെ നിന്നും ആലങ്ങോട്ടേക്ക് പോയി അവരുടെ ആർച്ച് ഡീക്കനായ തോമസിനെ മെത്രാപോലിത്തയായി അഭിഷേകം ചെയ്തു. ഈ സംഭവം കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഒരു പരിവർത്തന ബിന്ദുവാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഫലമായിട്ട് റോമാ സുറിയാനികളെന്നും യാക്കോബ സുറിയാനികളെന്നും വ്യക്തമായ 2 വിഭാഗങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായി. ആദ്യത്തെ വിഭാഗം റോമാ സഭയെ ആദരിക്കുന്നവരും രണ്ടാമത്തേത് പോപ്പിന്റെ അധികാരത്തെ പരിത്യജിക്കുന്നവരുമാണ്. അവർ യഥാക്രമം പഴയ കുറ്റുകാരെന്നും പുത്തൻ കുറ്റുകാരെന്നും അറിയപ്പെടുന്നു. കേരളത്തിലെങ്ങുമുള്ള സുറിയാനി ക്രിസ്ത്യാനികളുടെ സഭാഘടനയെ സംബന്ധിച്ചിടത്തോളം കൂനൻ കുരിശ് കലാപത്തിന് വമ്പിച്ച പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിഞ്ഞു. 2 ലക്ഷത്തോളം വരുന്ന സുറിയാനി ക്രിസ്ത്യാനികളിൽ 400 പേർ മാത്രമേലത്തിൻ ആർച്ച് ബിഷപ്പിന്റെ വൈദിക ആധിപത്യം അംഗീകരിക്കുന്നവരായുള്ളൂ. സുറിയാനികൾ ആർച്ച് ഡീക്ക് എന്ന തങ്ങളുടെ ഒരേ ഒരു ആർച്ച് ബിഷപ്പായി പരിഗണിക്കുകയും അദ്ദേഹത്തിന്റെ കീഴിൽ സുറിയാനി മാർഗത്തിലുള്ള ആരാധനകളിൽ ഏർപ്പെടുകയും ചെയ്തു. ഇങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ സഭയെ ലത്തീൻ സഭയാക്കാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമം മൊത്തത്തിൽ വിജയിക്കുന്നില്ല, ഭാഗികമായി മാത്രം വിജയിച്ചു. അപ്പം ഈ ഒരു കൂനൻ കുരിശ് സത്യാഗ്രഹം അല്ലെങ്കിൽ കൂനൻ കുരിശ് കലാപം 1653 നടക്കാനുണ്ടായ കാരണമാണ് നമ്മൾ പറഞ്ഞത്. ശരിക്കും ആരൊക്കെ തമ്മിലുള്ള പ്രശ്നമാണിത്? ഉദയംപേരൂർ സുന്നഹദോസിന് ശേഷം പോർച്ചുഗീസുകാരും കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും തമ്മിലുണ്ടായ പ്രശ്നമാണ്. അതെങ്ങനെയുള്ള പ്രശ്നമാണെന്ന് നമ്മൾ പറഞ്ഞു. ഉദയംപേരൂരിൽ സുന്നഹദോസിന്റെ സമ്മർദ്ദത്താൽ പോപ്പിന്റെ ആധിപത്യം അംഗീകരിക്കാൻ നേരത്തെ നിർബന്ധിതരാവുകയുണ്ടായെങ്കിലും അതായത് പോപ്പിന്റെ ആധിപത്യം അംഗീകരിക്കാൻ നമ്മുടെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ തയ്യാറാവുന്നില്ല. അവരുടെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ ഈ സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥന അനുസരിച്ചിട്ട് ബാബിലോണിലെ യാക്കോബായ പാത്രിയാർക്ക് കേരളത്തിലേക്ക് ഒരു സുറിയാനി ബിഷപ്പിനെ അയച്ചു കൊടുത്തു, അഹറ്റല്ല. ഇദ്ദേഹത്തെ പോർച്ചുഗീസുകാരെ തടഞ്ഞു വെക്കുകയും മുക്കിക്കൊന്നു എന്നൊക്കെ പേര് പറയുകയും ചെയ്തു. അങ്ങനെ സുറിയാനി ക്രിസ്ത്യാനികള് മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിന്റെ മുന്നിൽ തടിച്ചുകൂടുകയും ആ കുരിശിൽ ഒരു നീണ്ട വടം കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ലത്തീൻ ആർച്ച് ബിഷപ്പുമാരെയും ജസ്യൂട്ട് പുരോഹിതന്മാരെയും ഒരിക്കലും ഞങ്ങൾ അനുസരിക്കത്തില്ലെന്ന് ശപഥം ചെയ്യുകയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ കൂനൻ കുരിശിലെ പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നോക്കാം, ഭക്തിമാർഗത്തിന്റെ പുനരാവിർഭാവം. പോർച്ചുഗീസ് കാലത്ത് കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് പുനരുജ്ജീവനം ഉണ്ടായി. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ സവിശേഷ സാഹചര്യങ്ങൾ ഹിന്ദുക്കൾക്കിടയിൽ മാനസികവും മതപരവുമായ ഒരു ചലനം സൃഷ്ടിക്കുകയും അത് ഭക്തിവാദത്തിന്റെ സാർവജനീനമായ പ്രചാരണത്തിന് വഴിതെളിക്കുകയും ചെയ്തു. രാഷ്ട്രീയ ആക്രമത്തിന്റെയും സാമൂഹിക ജീർണതയുടെയും സമ്പദ് ചകർച്ചയുടെയും ഒരു ഘട്ടമായിരുന്നു പോർച്ചുഗീസ് കാലം. എപ്പോഴും ഓർത്തിരിക്കുക, പോർച്ചുഗീസുകാരെ പറ്റി പറയുന്ന സമയത്ത് അവര് ഒരു തരത്തിലും നമുക്ക് യാതൊരുവിധ സംഭാവനയും ചെയ്തിട്ടില്ലായിരുന്നു. സാമൂഹ്യ ജീർണത, രാഷ്ട്രീയ അതിക്രമം, സാമ്പത്തിക തകർച്ച, മതത്തിന്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. നാടുവാഴികൾ അറുതിയില്ലാത്ത പരസ്പര മത്സരങ്ങളിലും സ്വന്തം സഹോദരന്മാരെ നശിപ്പിക്കാൻ വിദേശ ശക്തിയുമായുള്ള ഉപജാപങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരുന്നു. നാട്ടുകാരെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കുകയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ദേവാലയങ്ങൾ തകർത്തും പോർച്ചുഗീസുകാർ ചെയ്ത പൈശാചിക പ്രവൃത്തികൾ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ സമുത്കടമായ ഒരു അസ്വസ്ഥ്യം സൃഷ്ടിച്ചു. പോർച്ചുഗീസുകാർ കോഴയും പാരിതോഷികവും കൊടുത്ത് കേരളത്തിലെ ഭരണാധിപന്മാരെയും അവരുടെ ഉദ്യോഗസ്ഥന്മാരെയും പാട്ടിലാക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ജനങ്ങളിൽ ഏത് തരക്കാർക്കിടയിലും അങ്ങേയറ്റത്തെ ധാർമ്മിക അധപ്പതനം വളർന്നു വന്നു. അന്നത്തെ ധർമ്മക്ഷയത്തെക്കുറിച്ച് സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഇങ്ങനെ പറയുന്നു: കവർച്ച പരസ്യവും സർവ്വസാധാരണവുമായിരിക്കുന്നു. അത് ആരുടെയും സ്വഭാവത്തിന് ഹാനി ചേർക്കുന്നില്ല, തെറ്റായി കരുതുന്നുമില്ല. അതായത് പോർച്ചുഗീസുകാർ വന്നപ്പോഴത്തേക്കും ഇവരുടെ മോശമായ ഭരണം നമ്മുടെ മൊത്തത്തിലുള്ള ജനങ്ങളുടെ ആ ഒരു സ്വഭാവത്തിന് മാറ്റം വരുത്തി. എല്ലാവരും ഇഷ്ടമുള്ള രീതിയിൽ ധാർമ്മികത എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ലാത്തൊരവസ്ഥ. പരമാവധി ദുഷിച്ച ജന്മിത്വവും ദേവദാസി സമ്പ്രദായവും ജനങ്ങളുടെ സദാചാര ഭ്രംശത്തെ പൂർണ്ണമാക്കി. പുതുതായി പ്രചരിച്ച വെടിക്കോപ്പുകളും നൂതനമായ മറ്റു യുദ്ധായുധങ്ങളും കണ്ട് സംഭീതരായ സാമാന്യ ജനങ്ങൾ മാനസാസ്ഥ്യവും ആത്മശാന്തിയും കൊതിച്ചു. അതായത് മനസ്വസ്ഥതയും ആത്മശാന്തിയും. വമ്പിച്ച സാമ്പത്തിക തകർച്ചയും ആളുകളെ നിസ്സഹായരാക്കിയിരുന്നു. വിദേശവർഗക്കാർ വാണിജ്യത്തിന്റെ കുത്തകക്കാരായതോടെ ഇന്ത്യക്ക് ദൂര രാജ്യങ്ങളുമായി നേരിട്ടുണ്ടായിരുന്ന വ്യാപാരം തകർന്ന് സമ്പത്തെല്ലാം യൂറോപ്പിലേക്ക് നിർഗമിച്ചു. കുരുമുളകിന്റെ വിലയും സാരമായി ഇടിഞ്ഞു. ഈ സാമ്പത്തിക തകർച്ച സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. താണജാതിക്കാർ അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന ദാരിദ്ര്യത്തെക്കുറിച്ച് അക്കാലത്തെ സാഹിത്യകൃതികളിൽ ധാരാളം പരാമർശങ്ങൾ കാണാം. ഈ പരിതസ്ഥിതിയിൽ മരവിച്ചുപോയ സ്വന്തം ജീവിതം അങ്ങനെ തന്നെ തുടർന്നു കൊണ്ടുപോകുന്നതിൽ മടുപ്പ് തോന്നിയ സാധാരണ ജനങ്ങൾ ആശയുടെയും ആശ്വാസത്തിന്റെയും ഒരു സന്ദേശത്തിന് വേണ്ടി തിടുക്കം കൊണ്ടു. അപ്പൊ ഇവിടെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇവര് വന്നപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ ഇവര് ഭരിച്ചപ്പോൾ ഉണ്ടായ സമൂഹത്തിന്റെ ജനങ്ങളുടെ സാമ്പത്തിക മാനസിക സ്ഥിതി പറയുന്നതേ ഉള്ളേ. പരമമായ മോക്ഷോപായം എന്ന നിലയിൽ ഭക്തിയോഗത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയ നേതാക്കന്മാർ ആ രംഗത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരിൽ കവിത്വ ശക്തിയുള്ളവർ ഭക്തിഭാവത്തിന് സർവോത്കർഷം നൽകുന്ന കാവ്യങ്ങൾ രചിച്ചു. അങ്ങനെ വൈഷ്ണവ അവതാരങ്ങളായ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും പ്രകീർത്തിച്ച അനുഭൂതി മധുരമായ ഭക്തിഗാനങ്ങൾ ആലപിച്ച കവികളിൽ അഗ്രേസരൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹം ആധ്യാത്മരാമായണം, മഹാഭാരതം, ഹരിനാമ കീർത്തനം മുതലായ കൃതികൾ കൊണ്ട് കേരളത്തിലെ ജനസാമാന്യത്തെ ഭക്തിമാർഗത്തിലൂടെ ആത്മോകർഷത്തിലേക്ക് നയിച്ചു. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ കാവ്യം അധ്യാത്മരാമായണമാണ്. അത് തമിഴിൽ കമ്പർക്കും ഹിന്ദിയിൽ തുളസീദാസിനുമുള്ള സ്ഥാനം മലയാളത്തിൽ എഴുത്തച്ഛന് സമ്പാദിച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ ഇത്രയും നേരം പറഞ്ഞത് പോർച്ചുഗീസുകാർ വന്നതോടുകൂടി മൊത്തത്തിലെ മനസ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ട് സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്. അപ്പം സാമ്പത്തികമായിട്ട് തകർന്നിരുന്ന് മനസ്വസ്ഥത ഇല്ലാത്തപ്പോഴാണല്ലോ ഭക്തിയിലേക്ക് കൂടുതൽ മനുഷ്യൻ പോകുന്നത്. ആ സമയത്ത് എഴുത്തച്ഛൻ വന്ന ആ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ എഴുത്തച്ഛൻ എഴുതിയ മഹാഭാരതം, ആധ്യാത്മരാമായണം, ഹരിനാമ കീർത്തനം, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങള് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെ തമിഴിൽ കമ്പർക്കും ഹിന്ദിയിൽ തുളസീദാസിനുമുള്ള സ്ഥാനം മലയാളത്തിൽ ഈ സമയത്താണ് എഴുത്തച്ഛന് കിട്ടിയത് എന്നാണ് സാറി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛനെ കൂടാതെ മറ്റ് രണ്ട് മഹാകവികളെയും ഭക്തി പ്രസ്ഥാനം കേരളത്തിന് കാഴ്ചവെച്ചു. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ജീവിച്ച വർഷം 1560, 1646. പൂന്താനം നമ്പൂതിരി 1547, 1640. ഈ രണ്ടു പേരാണ് ആ സമയത്ത് എഴുത്തച്ഛനെ കൂടാതെ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് വന്നത്. ഭട്ടതിരി വാതരോഗ ശമനത്തിനു വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനം പാർത്ത കാലത്താണ് സംസ്കൃതത്തിൽ സുപ്രസിദ്ധമായ നാരായണീയം എഴുതിയത്. 100 ദിവസം കൊണ്ട് കാവ്യരചന പൂർത്തിയായെന്നാണ് ഐതിഹ്യം. ഭാഗവത പുരാണത്തെ ആസ്പദമാക്കി രചിച്ച 1036 ശ്ലോകങ്ങൾ അടങ്ങുന്ന നാരായണീയം കലാസുന്ദരവും ഭാവനിർഭരവുമായ ഉത്തമ ഭക്തികാവ്യമാണ്. ഭക്തിയോഗത്തിന്റെ സാരസർവത്വം ഉൾക്കൊള്ളുമാറ് ഗുരുവായൂരപ്പനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ ഈ അർച്ചനാകാവ്യം കൃഷ്ണഭക്തന്മാർക്കിടയിൽ പ്രചുര പ്രചാരണം ആർജിച്ചിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അപ്പൊ ആ ഒരു വർഷം
1036 ശ്ലോകം നാരായണീയം എഴുതിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. ഓർത്തു വെച്ചേക്കുക. പൂന്താനം നമ്പൂതിരിയും ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാന, ശ്രീകൃഷ്ണ കർണാമൃതവും സന്താന ഗോപാലവും ഭക്തിഭാവത്തിന്റെ ഉദാത്തമായ ആവിഷ്കാരങ്ങളാണ്. ഹിന്ദിയില് സൂർദാസിനുള്ള സ്ഥാനം, സൂർദാസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിനുള്ള സ്ഥാനമാണ് മലയാളത്തിൽ പൂന്താനത്തിന്റേത്. മേൽപ്പത്തൂർ സംസ്കൃതത്തിൽ അഗാധ പണ്ഡിതനായിരുന്നപ്പോൾ വാസാനുഗ്രഹിതനായ മലയാള കവിയായിരുന്നു പൂന്താനം. പൂന്താനത്തിന്റെ സന്താന ഗോപാലം വായിച്ചു കേൾക്കാൻ ഭട്ടതിരി വിസമ്മതിച്ചതായും അന്നു രാത്രി ശ്രീകൃഷ്ണൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് തനിക്കിഷ്ടമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞതായും മറ്റുമുള്ള കഥ ഇന്നും ഗുരുവായൂർ ഭക്തന്മാർ പറയാറുണ്ട്. കൃഷ്ണാരാധനത്തിന്റെ കേന്ദ്രമായിരുന്ന ഗുരുവായൂർ ക്ഷേത്രം പ്രസിദ്ധമായത് പോർച്ചുഗീസുകാരുടെ കാലത്തായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ട പോയിന്റ് ഇതാണ്. ഈ ഗുരുവായൂർ ക്ഷേത്രം പ്രസിദ്ധമായത് ആരുടെ കാലഘട്ടത്തിൽ? പോർച്ചുഗീസുകാരുടെ കാലത്തായിരുന്നു. കേരളത്തിലെ ചില രാജാക്കന്മാർ ഭക്തി പ്രസ്ഥാനത്തിന് നൽകിയ പ്രോത്സാഹനത്തെക്കുറിച്ചും ഇവിടെ പറയേണ്ടതുണ്ട്. അവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മാനവേദൻ നമ്പൂതിരിയാണ്. അപ്പൊ ഇവിടെ ഓർത്തു വെച്ചിരിക്കേണ്ട കാര്യം ശ്രദ്ധിച്ചോ. ഇവിടെ ഭക്തി പ്രസ്ഥാനം വളർന്നു വന്നൊരു സാഹചര്യം നമ്മളോട് പറഞ്ഞു 16-ാം നൂറ്റാണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തെ പറ്റി കൂടെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇവിടെ നിൽക്കുന്ന, അതായത് എടുത്തു പറയേണ്ട രാജാക്കന്മാരുടെ പേര് പറഞ്ഞപ്പോൾ ഒന്നാമത് പറഞ്ഞത് മാനവേദൻ സാമൂതിരിയുടെ കാര്യമാണ്. വിഷ്ണുവിന്റെ മഹാഭക്തനായിരുന്ന അദ്ദേഹം മേൽപ്പത്തൂരുമൊത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കഴിച്ചുകൂട്ടിയത്. ജയദേവരചിതമായ ഗീതാ ഗോവിന്ദത്തിന്റെ മാതൃകയിൽ അദ്ദേഹം 8 സർഗത്തിൽ എഴുതിയ കൃഷ്ണഗാഥയാണ് കൃഷ്ണഗീതി. ആരാണ്? മാനവേദൻ നമ്പൂതിരി അഥവാ മാനവേദൻ സാമൂതിരി എഴുതിയതാണ് കൃഷ്ണഗീതി. സംഗീതമധുരമാണ് ഭക്തിപ്രധാനമായ ആ ഗാനകാവ്യം. ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മറ്റൊരു രാജാവാണ് ചെമ്പകശ്ശേരിയിൽ പൂരാടം തിരുനാൾ ദേവനാരായണൻ. അദ്ദേഹം 1566 ജനിച്ച് 1622 മരിച്ചു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചത് ആരാണ്? ഈ രാജാവാണ്. ചെമ്പകശ്ശേരി പൂരാടം തിരുനാൾ ദേവനാരായണൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചത്. കാലഘട്ടം കണ്ടോ? 1566 1622. ക്രമേണ ഈ ക്ഷേത്രം ദക്ഷിണ കേരളത്തിലെ ഗുരുവായൂർ, ഇതൊക്കെ ചോദിക്കാം, ദക്ഷിണ കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ക്ഷേത്രമാണ്. ഈ 2 രാജാക്കന്മാരും മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ പുരസ്കർത്താക്കളായിരുന്നു. ഗുരുവായൂരെയും അമ്പലപ്പുഴയിലെയും ക്ഷേത്രങ്ങളെ കുറിച്ച് പ്രചരിച്ചിട്ടുള്ള പല ഐതിഹ്യങ്ങളും കഥാപാത്രമായിട്ടുള്ള വില്ലുവമംഗലത്ത് സ്വാമിയാർ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. മേൽ പറഞ്ഞ 2 രാജാക്കന്മാരും ഇദ്ദേഹത്തിന്റെ ആരാധകരായിരുന്നു. അധ്യാത്മസിദ്ധിയാൽ മഹാവിഷ്ണുവിന്റെ പ്രത്യക്ഷ ദർശനം എല്ലായ്പ്പോഴും ലഭിക്കുമായിരുന്ന പരമഭാഗവതൻ എന്നാണ് സ്വാമിയാരെ പറ്റിയിട്ട് പറയുന്നത്. വിഷ്ണുവിന്റെ നേരിട്ടുള്ള ദർശനം ലഭിക്കാൻ അദ്ദേഹം മാന വിക്രമനെയും ദേവനാരായണനെയും സഹായിച്ചിട്ടുണ്ടെന്നാണ് കേൾവി. അങ്ങനെ ഒരിക്കൽ ലഭിച്ച ദർശനത്തിന്റെ ഫലമായിട്ടാണത്രേ സാമൂതിരി കൃഷ്ണഗീതി രചിച്ചത്. ദേവനാരായണൻ അമ്പലപ്പുഴ ക്ഷേത്രത്തില് ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചത്. കൃഷ്ണ കർണാമൃതത്തിന്റെ കർത്താവായ ലീലാശുകൻ അഥവാ ആദ്യത്തെ വില്വമംഗലം ഇദ്ദേഹമല്ലെന്ന കാര്യവും ഇവിടെ പ്രസ്താവിച്ചു കൊള്ളുന്നു. അതിന് 3 നൂറ്റാണ്ട് മുൻപാണ് കൃഷ്ണ കർണാമൃതത്തിന്റെ കർത്താവ് ജീവിച്ചിരുന്നത്. അപ്പൊ കൃഷ്ണ കർണാമൃതത്തിന്റെ കർത്താവായ ലീലാശുകൻ, അത് വില്വമംഗലം എന്ന് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞ വില്വമംഗലം അല്ല. ഇതിനും 3 നൂറ്റാണ്ട് മുൻപാണ് കൃഷ്ണ കർണാമൃതം എഴുതിയത്. ഇങ്ങനെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു ഘട്ടമാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം പോർച്ചുഗീസുകാരുടെ കാലഘട്ടം എന്നാണ് പറഞ്ഞു നിർത്തുന്നത്. അപ്പം ഈ ഒരു സെക്ഷനോട് കൂടി നമ്മൾ ഈ പോർച്ചുഗീസുകാരുടെ കാര്യം കഴിയുകയാണ്. പോർച്ചുഗീസുകാരുടെ കാര്യം കഴിയുന്നതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു 7 ക്ലാസ്സുകളായിട്ട് നമ്മൾ പോർച്ചുഗീസുകാരുടെ വരവ്, അവരുടെ പല പല പ്രസ്ഥാനങ്ങള്, അവരുടെ അവരുടെ മതം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, അവരുടെ ഭരണം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു, അവർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ജാതി വ്യവസ്ഥ എല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ പറഞ്ഞ ഭക്തി പ്രസ്ഥാനം. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഭക്തി പ്രസ്ഥാനമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കണം. പോർച്ചുഗീസുകാരുടെ കാലത്ത് ഭക്തി പ്രസ്ഥാനം വളർന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ബാക്കി പറഞ്ഞ ആൾക്കാരുടെ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, കൃതികള്, ബാക്കി ആൾക്കാര്, ഇതെല്ലാം PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അതും കൂടെ നോക്കാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാർ കഴിഞ്ഞ് വന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അത് 8ാമത്തെ ക്ലാസ് ആയിരിക്കും. 7 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവര് 7 ക്ലാസ്സും കണ്ടിട്ട് അടുത്ത ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.